5ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ പാഷനാണ് ഡോക്ടർ ആവണം എന്നുള്ളത്. അതിന് കാരണം ഇത്രേ ഉള്ളൂ. എൻ്റെ ഫാമിലിയും ഞാനും ഒരിക്കൽ ഒരു കാറിൽ പോകുമ്പം ഒരു ആക്സിഡൻറ്റിൽ പെട്ട് തൃശ്ശൂർ വെച്ചായിരുന്നു സംഭവം. അന്ന് ആക്സിഡൻറ്റിൽ പെട്ട് ഞങ്ങൾ അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പം എനിക്ക് മാത്രമാണ് പുറത്ത് ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരാൾ. ഒരു ചോര പോലും എൻ്റെ മേത്തുനിന്ന് പൊടിഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കി എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, പിന്നെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇവർക്കെല്ലാം ദേഹത്തുനിന്ന് അത്യാവശ്യം ചോരയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം വേഗം എല്ലാവരും നോക്കി, കാഷ്വാലിറ്റി ചെന്ന് എല്ലാവരും എല്ലാം പ്രത്യേകം നോക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും, ഡിസ്ചാർജ് ആക്കാം, മീൻസ് എല്ലാവരും വിടാമെന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗത്തുള്ള ഒരു കുഴപ്പം ഇത്രേ ഉള്ളൂ, എനിക്ക് നടക്കാൻ പറ്റില്ല. അതായത് ഞാൻ എഴുന്നേറ്റാൽ 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞാൻ തലറങ്ങി വീഴും. അപ്പം ഡോക്ടർമാർ പറഞ്ഞു നട്ടുച്ചയാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ക്ഷീണമായിരിക്കാം. ഞാൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുക, അതുകൊണ്ടാണ് വീട്ടിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ കാര്യം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവിടുത്തെ പ്രൊഫസറായിരുന്നു. അപ്പം അന്ന് സൺഡേ ആണ്, അപ്പോൾ സൺഡേ ഈ പ്രൊഫസേഴ്സ് ഒന്നും വരത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അതെൻ്റെ ആങ്ങളെയാണ്, ആങ്ങളെ വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെന്ന് പറഞ്ഞപ്പോൾ അവർ പേടിച്ചു പോയി. അപ്പോൾ പുള്ളിയെ ഉടനെ വിളിച്ചു വരുത്തി. പുള്ളി അവിടുത്തെ സീനിയർ പ്രൊഫസറാണ്. പുള്ളിയെ വിളിച്ചു വരുത്തി. പുള്ളി എന്നെ വന്ന് കണ്ടു, എനിക്കും പുള്ളിനെ അറിയാം. അപ്പോൾ പുള്ളി എന്നോട് എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയറുവേദനയുണ്ട്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ തോളുവേദനയുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ നീ എഴുന്നേറ്റൊന്ന് നടക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് എഴുന്നേറ്റു. ഞാനൊന്ന് 2 സ്റ്റെപ്പ് വെച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പുള്ളി എന്നെ നേരെ കൊണ്ടുപോയത് അവിടുത്തെ ഒരു പീഡിയാട്രിക് സർജനെ വിളിച്ചു. നേരെ എന്നെ കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്. കാര്യം എൻ്റെ ലിവർ മുറിഞ്ഞു പോയായിരുന്നു, എനിക്ക് ഇൻറ്റേർണൽ ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ അറിവ് പിന്നെ എനിക്കുള്ളൂ. ഏകദേശം വൈകുന്നേരം ഒരു 5 മണിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ആ ഡോക്ടർ പുറത്ത് വന്നത് ഏകദേശം 12 മണിക്കാണ്ട. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞത് ഈ ഡോക്ടർ ഉടനെ തന്നെ അമ്മയോട് പറഞ്ഞു ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ വീട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത. പുള്ളി കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ പുള്ളി വീട്ടിൽ പോയിട്ട് ഒരു കൊതുകുതിരിയുമായിട്ടാണ് വരുന്നത്. അമ്മ പറഞ്ഞു ഒരു കൊതുകുതിരി വന്നിട്ട് അന്ന് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ICU എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല, 1996 അപ്പം എന്നെ ജനറൽ വാർഡിലാണ് കിടത്തിയിരിക്കുന്നത്. ജനറൽ വാർഡിൽ കിടത്തുമ്പം ഈ പുള്ളി വന്ന്, അപ്പം എൻ്റെ ബെഡിൻ്റെ അടുത്താണ് നഴ്സിംഗ് സ്റ്റേഷൻ. ഈ നഴ്സിംഗ് സ്റ്റേഷൻ്റെ അവിടെ വന്ന് പുള്ളി ഒരു കസേര എടുത്തിട്ട് ഇരുന്ന് ഈ കൊതുകുതിരിയും വെച്ച് എനിക്ക് ബോധം വരുന്നവരവിടെ ഇരുന്നു. അപ്പം മാത്രമല്ല പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്നെ കാണാൻ വേണ്ടി ഈ ഡോക്ടർ വരും. അമ്മ പറയാ ചിരിക്കില്ല, വന്ന് നോക്കി കണ്ടു നോക്കിയിട്ട് പോകും. രാത്രിയും വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ന്യൂമോണിയ വന്നു. അപ്പം ഈ ഡോക്ടർ ഇങ്ങനെ വന്ന് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മയോട് ചിരിച്ചിട്ട് പറഞ്ഞു ഇനി പേടിക്കാനൊന്നുമില്ല, ഇനി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഡോക്ടർ ഇങ്ങനെ കൊതുകുതിരിയുമായി വന്ന് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം ആ ഡോക്ടറെക്കുറിച്ച് എനിക്കൊരു ഐഡിയ എൻ്റെ അമ്മ തന്നു. അപ്പോൾ അതുപോലെ ഒരു സർജനാവണം, എൻ്റെ ജീവൻ രക്ഷിച്ചതുപോലെ ഒരു സർജനായി എനിക്കും ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കണം എന്നൊരു ചിന്തയാണ് 5ാം ക്ലാസ് തൊട്ട്. അപ്പോൾ അതായിരുന്നു അന്ന് തൊട്ട് ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് സർജനാവണം, എൻ്റെ പാഷൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഡോക്ടറെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം ആളെക്കുറിച്ച്? ആ ഡോക്ടർ പിന്നെ ഡോക്ടർ റിജു എന്നായിരുന്നു പുള്ളിയുടെ പേര്. പുള്ളി എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് വലിയ അറിവൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ മനസ്സിലായത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പായിരിക്കും പുള്ളി രാജഗിരിയിൽ പീഡിയാട്രിക് സർജനായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു എന്നിങ്ങനെ മനസ്സിലായി. പക്ഷേ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അച്ഛന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഡോക്ടർ ആവാന്നുള്ളതാണ്, അതായി. അത് കഴിഞ്ഞ് പിന്നെ വൈദികനാകാം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതായി. പക്ഷെ നടക്കാത്ത ഒരു ആഗ്രഹമാണ് PG ചെയ്യാന്നുള്ളത്. അപ്പം അതിനി ചെയ്യാൻ അച്ഛന് താല്പര്യമുണ്ടോ? ഈ ഒരു വൈദിക വസ്ത്രം അണിഞ്ഞ് അത് സാധ്യമാകോ എന്നുള്ളത് പറയാം. എൻ്റെ ഫ്രണ്ട്സ് ഞാൻ അച്ഛനാവുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു നീ എന്തുകൊണ്ട് അച്ഛനാവണം. അപ്പം ഞാൻ അവരോട് പറയാറുള്ള ഒരു കാര്യം ഇതായിരുന്നു, ഞാൻ ചിലപ്പോൾ സ്വപ്നം കാണാറുണ്ട് ഈ ലോഹ ഇട്ടിട്ട് സ്റ്റെത്തിട്ട് നടക്കാമെന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ സ്വപ്നം പോലെ പറഞ്ഞിട്ടുണ്ട്. നടക്കൂലെന്നൊന്നും എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഞാൻ ചിലപ്പോൾ അങ്ങനെ സ്വപ്നം കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ PG എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, സർജൻ ആവുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കാര്യം സർജറിയാണ് എൻ്റെ പാഷൻ. അച്ഛനാവാൻ തീരുമാനിച്ചപ്പോൾ മുൻപിലുണ്ടായിരുന്ന ഒരു ചോദ്യം എവിടെ കയറും എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ 2 ഓപ്ഷൻസാണ്, ഒന്നീ ഡയസിസിൽ പോവുക അല്ലെങ്കിൽ റിലീജിയസ് കോൺഗ്രിഗേഷനിൽ പോകുക എന്നുള്ളതാണ്. ഡയസിസ് എൻ്റെ സ്വപ്നത്തിലില്ലായിരുന്നു. ഒരു ഇടവകയിലിരുന്ന് ചുരുങ്ങി പോവുക എന്നുള്ള അർത്ഥത്തിൽ വളരെ നല്ലൊരു കാര്യമാണത്, ഇടവകയിലെ കാര്യങ്ങൾ നോക്കുക. പക്ഷേ അങ്ങനെ ഇടവകയിലിരുന്ന് പോവുക എന്നുള്ള ഒരു ആഗ്രഹമല്ലായിരുന്നു എനിക്കുള്ളത്. എൻ്റെ ആഗ്രഹം ഒരു സന്യാസ സഭയിൽ കയറുക എന്നുള്ളത് തന്നെയായിരുന്നു. കാര്യം പ്രീച്ചിങ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അങ്ങനെയാണ് ഞാൻ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിൽ എത്തുന്നത്. പ്രീച്ച് ചെയ്യണം, അതായത് ദൈവവചനം പ്രഘോഷിക്കണം.
പിന്നെ എൻ്റെ ഈ ജീസസ് യൂത്ത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ്റെ സമയത്ത് ഞാൻ കണ്ടെത്തിയ കുറേ രോഗികളും അവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ ഞാൻ കുറച്ച് പേരോടൊക്കെ പേഴ്സണലായിട്ട് സംസാരിക്കുമായിരുന്നു. അവരുടെ ഉള്ളിൽ അസുഖം എന്നതിനേക്കാൾ അപ്പുറം മാനസികമായ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം എന്നെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം സെമിനാരി വന്നപ്പം അച്ഛനാവാനൊക്കെ ആഗ്രഹിച്ചപ്പം പ്രീച്ചിങ്ങിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഈ സർജനാവാനുള്ള ആഗ്രഹം പൂർണ്ണമായിട്ട് നടക്കുമെന്നുള്ള കാര്യം എനിക്ക് സംശയമായി. പക്ഷേ ദൈവം എന്നെ കൊണ്ട് നടത്തുന്നത് എന്തിനാണെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പം നമ്മൾ ഈ സെമിനാരി കാലഘട്ടത്തിൽ ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് ധ്യാനം നയിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകും. പോപ്പുലർ മിഷൻ റിട്രീറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീസസ് മിഷൻ റിട്രീറ്റ് അങ്ങനെ പോയി കുറേ ഫാമിലീസിനെ കണ്ടു, പിള്ളേരെ കണ്ടു. അപ്പം അങ്ങനെ വന്നപ്പം വേറെ ചിന്തകളിലേക്കൊക്കെ പോയി. ഇപ്പം സർജറി ചെയ്യുക എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറം ഓക്കെ സർജറി മാത്രമല്ല വേറെയും ഉണ്ടായിരുന്നു. സർജറി എൻ്റെ ഒരു പാഷനായിരുന്നു. കാര്യം എൻ്റെ മേത്ത് ഒരാളൊരു സർജൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിൽ നിന്നാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്. പക്ഷെ അതല്ല, ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പം PG സ്വപ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് കളഞ്ഞിട്ടില്ല. പക്ഷേ അത് ഓപ്പണാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുമെങ്കിൽ സഭാധികാരികളിലൂടെ എന്താണോ പറയുന്നത് എനിക്കറിയത്തില്ല. കാര്യം ഇനി ഒരു എൻട്രൻസ് എഴുതി പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, കുറേ ഉണ്ട്. അതൊരു വലിയ കടമ്പയാണ്. പക്ഷെ ഇപ്പം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? കാര്യം എൻ്റെ മനസ്സിലൂടെ പോയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, ഞാൻ സെമിനാരി കയറിയപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു എൻ്റെ മുമ്പിൽ വരുന്നവർക്ക് ഒരു ഫിസിക്കൽ ഹീലിങ്ങിനേക്കാളും സ്പിരിച്വൽ ഹീലിംഗ്, രണ്ടും ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. ഇപ്പോൾ ദൈവ അനുഗ്രഹമായി തന്ന ഒരു കഴിവാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. അതിന് ഫിസിക്കൽ ഹീലിംഗ് കൊടുക്കാൻ പറ്റും. പിന്നെ ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലിംഗ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പം അവരുടെ വിഷമം മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ആ രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നൊരു ചിന്തയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ. PG എന്നുള്ളത് അത് ഞാൻ ദൈവത്തിന് വിട്ടുവെച്ചിരിക്കുന്നതാണ്. ദൈവം ആഗ്രഹിക്കുകയും കൊണ്ട് നടക്കട്ടെ. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് മെഡിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഈ ഒരു ദൈവിക ശക്തിനെ ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു പേഷ്യൻറ്റിനെ ആ ഒരു സയൻറ്റിഫിക് കണ്ണോട് മാത്രം കണ്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിൽ വിശ്വസിച്ച് അത് മാത്രം നടക്കൂ എന്നുള്ളൊരു കൺസെപ്റ്റുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം അച്ഛൻ എന്താണ് വിശ്വസിക്കുന്നത്? അതായത് ഒരു മെഡിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ രക്ഷിക്കപ്പെടുന്നതാണോ മനുഷ്യജീവൻ? എനിക്ക് തോന്നുന്നു, ഞാൻ മെഡിസിൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ശരിയാണ്. സയൻസ് നമ്മൾ പഠിക്കുമ്പം ഫെയ്ത്തിന് അവിടെ സ്ഥാനമില്ല എന്ന് പലരും പറയും. ഓക്കെ, സയൻസിന് എല്ലാത്തിനും ഉത്തരമുണ്ട്. ഈവൻ മെഡിക്കൽ പ്രൊഫഷനിൽ വരുമ്പോഴാണെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ആ രോഗിയുടെ അസുഖം മാറുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മെഡിസിൻ പഠിക്കുന്ന ഒരാൾ ഒരിക്കലും ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകത്തില്ല. ഏറ്റവും പ്രത്യേകമായിട്ട് ഒരു സർജനാണെന്ന് ആഗ്രഹിച്ച ഞാൻ ഒരു പേഷ്യൻറ്റിനെ ടേബിളിൽ കൊണ്ട് കിടത്തി കീറി നമ്മളകത്തേക്ക് നോക്കുമ്പം ഏറ്റവും വലിയ അത്ഭുത ലോകത്തിലേക്കാണ് ഈ പോകുന്നത്. ഇതെങ്ങനെ ഒരു മനുഷ്യൻ്റെ അകത്ത്, ഇപ്പം നമ്മുടെ രക്തക്കുഴലെടുത്ത് നോക്കുകയാണെങ്കിൽ വെയിനോ ആർട്ടറിയോ നെർവോ ഓരോന്നൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്, പിന്നെ എത്ര മനോഹരമായി ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശരിക്കും മെഡിസിൻ ആഗ്രഹിച്ച് മെഡിസിൻ പഠിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ നിഷേധിക്കാൻ പറ്റില്ല. കാര്യം ഞാനൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഇപ്പോൾ 2 പേർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഒരാൾക്ക് അസുഖം മാറുന്നു, ഒരാൾക്ക് അസുഖം മാറില്ല. ചിലപ്പം അതെന്തുകൊണ്ട്? മരുന്ന് തെറ്റിയതുകൊണ്ടായിരിക്കില്ല, 2 പേർക്കും ഒരേ അസുഖമായിരിക്കാം. ഇപ്പോൾ ഈവൻ കൊറോണ വന്നപ്പം എല്ലാവർക്കും സീരിയസ് ആയിട്ടില്ല. ചിലവർക്ക് സീരിയസ് ആയി, ചിലവർക്ക് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് പോയി മരിക്കുന്നു. അപ്പം അതെന്തുകൊണ്ട്? അപ്പം അങ്ങനെ നമ്മൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ദൈവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ഉദാഹരണം എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാനവിടെ ഹൗസ് സർജൻസി ചെയ്തിരുന്ന സമയത്ത് ഒരു ലേഡി വന്നതാണ്. അതായത് ആ ലേഡി ആദ്യമേ കാഷ്വാലിറ്റിയിലേക്ക് വന്നപ്പോൾ ആ ലേഡി പറഞ്ഞൊരു കാര്യം ഇതാണ്: എൻ്റെ താഴെ നിന്ന് എന്തോ ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ യൂഷ്വലി അത് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുടെ അമ്മയാണ്. അപ്പം അങ്ങനെ വരുമ്പം ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം യൂട്രസ് താഴേക്ക് പോകാം, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ താഴേക്ക് പോകാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകാം. അപ്പോൾ അവരിത് ഒരു ലേഡി ആയതുകൊണ്ടും ഇങ്ങനെ താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും അവിടുത്തെ കാഷ്വാലിറ്റിയിലെ ഡോക്ടേഴ്സ് ഒരു കാര്യം ചെയ്തു, നേരെ ഗൈനക്ക്, അതായത് സ്ത്രീകളെ നോക്കുന്ന ഗൈനക്ക് കാഷ്വാലിറ്റിയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഗൈനക്ക് കാഷ്വാലിറ്റിയില്ല, ലേബർ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഈ ചേച്ചി വന്നു, ടേബിളിൽ കിടക്കുകയാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഡോക്ടറുണ്ട്,
അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തോ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ മാഡം പറഞ്ഞു എടാ യൂട്രൈൻ പ്രൊലാപ്സ് ആയിരിക്കും, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു കൊച്ചിൻ്റെ തലയാണ്. അപ്പം പെട്ടെന്ന് ഞാൻ ചേച്ചിയോട് മാഡം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര മാസമായി? എല്ലാവർക്കും മനസ്സിലായി പ്രഗ്നൻ്റ് ആണ്, എത്ര മാസമായി എന്നാണ് ചോദിക്കുന്നത്. അപ്പം ചേച്ചി ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചു. അല്ല പ്രഗ്നൻസ് ആയിട്ട് എത്ര മാസമായി? അപ്പോൾ ചേച്ചി ചോദിച്ചൊരു ചോദ്യം, ഞാൻ പ്രഗ്നൻ്റോ? അപ്പം മാഡവും ഞെട്ടി ഞാനും ഞെട്ടി, പ്രഗ്നൻ്റ് ആണ്. ഇല്ല ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ദേ കൊച്ചിൻ്റെ തലയാണ് പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞു. ആ ചേച്ചി ഞെട്ടലോടെയാണ് പറയുന്നത്, ഇല്ല ഞാൻ പ്രഗ്നൻ്റ് അല്ല. അപ്പം അതിൻ്റെ സത്യാവസ്ഥയൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എനിവേ ആ കൊച്ച് പൂർണ്ണമായ മാസം തികഞ്ഞ ഒരു കൊച്ചാണ്. ഞങ്ങൾ ആ കൊച്ചിനെ പുറത്തെടുത്തു. പൂർണ്ണമായ മാസം തികഞ്ഞ ഒരു കൊച്ച്, നോർമൽ വെയിറ്റ്, ഒരു കുഴപ്പമില്ലാത്തൊരു കൊച്ച്. അപ്പം മിക്കവാറും ആ ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് 9 മാസം കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പം അത് കള്ളം പറയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു വർഷം ഈ 9 മാസവും ഒരിക്കൽ പോലും ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല, ഒരു മരുന്നും എടുത്തിട്ടില്ല, ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ ചേച്ചി ഏതോ വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്ന ആളാണ്, നോർമലായിട്ട് എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. പക്ഷേ ആ കൊച്ചിന് ഒരു കുഴപ്പമില്ല. അപ്പം അത് ദൈവം തന്നെ കൊണ്ടു നടക്കുന്നതായിരിക്കാം. കാര്യം ഈ കാലത്ത് നമ്മൾ അറിയാം എത്രയോ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഒരു കൊച്ചിനെ പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പം കൊച്ചിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. പക്ഷേ ആ കൊച്ചിന് വേണ്ടി ഒന്നും ആ വീട്ടുകാർ ചെയ്തിട്ടില്ല, അതിൻ്റെ അമ്മയും ചെയ്തിട്ടില്ല. പക്ഷെ ആ കൊച്ച് വളരെ നോർമലായ ഒരു കൊച്ച് പുറത്തു വന്നു. അപ്പം നമുക്കിതിനകത്ത് പല കാര്യങ്ങളും ഇനി സർജറി ചെയ്യേണ്ട പേഷ്യൻസ്, എല്ലാവർക്കും സർജറി ചെയ്യുന്നു, എല്ലാവർക്കും ഇൻഫെക്ഷൻ വരുന്നില്ല, ചിലർക്ക് ഇൻഫെക്ഷൻ വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മുടെ കഴിവ് മാത്രമല്ല, അത് ദൈവം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന, അത് ഓരോ കാലഘട്ടത്തിലും മെഡിസിൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് വന്ന ഒരു ബോധ്യമാണ്. അപ്പം അതുകൊണ്ട് മെഡിസിനും കൊണ്ട് മാത്രം രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നവരുണ്ടാവും. അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ചിലപ്പോൾ അവരവരുടെ കഴിവിൽ അവർ പഠിച്ച് അവരുടെ കഴിവിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇതിലെല്ലാം ഒരു ദൈവിക കൈയില്ലാതെ ഒന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്.